അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ മുഖ്യാതിഥി മൗലാന അബ്ദുൽ മത്തീഫ് സാഹിബ് വെസ്റ്റ് ബംഗാൾ അവർകളെ, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് അവർകളെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുദ്ദസിർ, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി വാക്കവി, ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് മാസ്റ്റർ, മൊഹിദ്ദീൻ കുട്ടി യമാനി, അൻവർ മുഹിദ്ദീൻ ഹുദവി, സി എച്ച് ത്വയ്ബ് ഫൈസി, ടി വി അഹമ്മദ് ദാരിമി, സിദ്ദീഖ് ഫൈസി വാളക്കുളം, നിസാർ പറമ്പൻ, അഹമ്മദ് ഉഖൈൽ, ബഷീർ അൽനല്ലൂർ, മുജീബ് ഫൈസി, അയ്യൂബ് കുളിമാൾ, മുസ് മാസ്റ്റർ മുണ്ടുപാറ, റഷീദ് ഫൈസി വെള്ളായിക്കോൾ, സയ്യിദ് ഹമീദ് അലി ഷിഹാബ്, സയ്യിദ് മുബഷിർ തങ്ങൾ, ഷുഐബ് തങ്ങളുടെ നേതൃത്വത്തിൽ യുഎഇയിൽ നിന്ന് എത്തിച്ചേർന്ന SKSFിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരെ, വേദിയിലും സദസ്സിലും പുരുഷരായ ഉസ്താദുമാരെ, സംസ്ഥയുടെയും പോഷക സംഘടനകളുടെ നേതാക്കളെ, SKSFിൻ്റെ ഊർജ്ജസ്വരായ പ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ പണ്ഡിത നേതൃത്വമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പോഷക സംഘടനയായ SKSF 3.5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ അവസരത്തിൽ 35ാം വാർഷിക സമ്മേളനം അനുബന്ധിച്ചുള്ള ചടങ്ങുകളും 3 ദിവസങ്ങളിലായി ഇവിടെ കോഴിക്കോട് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് മുഖദ്ദസ് നഗരിയിൽ നാളെ വമ്പിച്ച വിദ്യാർത്ഥി സംഗമം നടത്തപ്പെടുകയാണ്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യങ്ങൾ കർമ്മവീഥിയിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഈ 3.5 പതിറ്റാണ്ട് SKSF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ദഅവത്തിൻ്റെ മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും അതുപോലെ തന്നെ സമൂഹത്തിൽ വളർന്നു വരുന്ന അധാർമികതക്കും അരാജകത്വത്തിനുമെതിരെ ബോധവൽക്കരിച്ചുകൊണ്ടും സമൂഹത്തെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവതലമുറയെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ അടിയുറപ്പിച്ചു നിർത്തുന്നതിനും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുറുകെ പിടിച്ചുകൊണ്ട് സേവന രംഗത്ത് ഉത്തമ മാതൃക വ്യക്തിത്വങ്ങളായി വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ആത്മീയമായ അനുഗ്രഹാശിസ്സുകളോട് കൂടിയാണ് SKSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സംഘടനാ പ്രതിനിധി ആയിക്കൊണ്ടല്ല, മുഅ്മിനായ മുസ്ലിമായിക്കൊണ്ട് ഹൃദയത്തെ തഖ്വയുള്ള ആരാധനകർമ്മങ്ങൾ നിഷ്ഠ പുലർത്തുകയും കുടുംബത്തോടും സമൂഹത്തോടുമൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു മാതൃകാ വ്യക്തിത്വമായിക്കൊണ്ട് മാത്രമേ നാം ഒരു യഥാർത്ഥ SKSFകാരനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നാം പല ആശയങ്ങൾക്ക് പിന്നാലെയും പോകാൻ അവസരങ്ങളുള്ള ഒരു ഘട്ടമാണ്. നമുക്കറിയാം, ഇന്ന് ഭൗതിക കലാലയങ്ങളൊക്കെ തന്നെ മദ്രസ വിദ്യാർത്ഥികളെപ്പോലും മയക്കുമരുന്നിൻ്റെ
അടിമകളാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ പരിശുദ്ധ ഇസ്ലാമിനെയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയുമൊക്കെ തേജോവധം ചെയ്യുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും അങ്ങനെ ഒരു സ്വന്തം ജീവിതത്തിലേക്ക് നമ്മുടെ യുവാക്കളെ നയിക്കുന്ന സാഹചര്യമാണുള്ളത്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തിന് പിന്നാലെയും പോകാവുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ മഹല്ല് സംവിധാനത്തിൽ കൂടി നാം ആർജിച്ചെടുത്ത ആത്മീയമായ പുരോഗതി ഇവിടെ നിലനിർത്തുവാൻ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളിലും യുവസമൂഹത്തിലും ആത്മീയ ബോധമുണ്ടാക്കുവാനും നമ്മിൽ നിന്ന് തിന്മകളുടെ വഴികളിലേക്ക് വഴിപിഴക്കപ്പെട്ട സമൂഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒന്നുപടിയായ വിശേഷണപ്പെട്ട SKSFൻ്റെ എന്തുകൊണ്ടും സമസ്തയുടെ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളിൽ അതിനെല്ലാം വളരെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് സമൂഹത്തിന് നന്മ പകരുവാൻ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കരുണയുടെയും ആ ഒരു സ്വഭാവവൈശിഷ്ട്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഉലമാക്കളും ഉമറാക്കളും കൈകോർത്തുകൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങളാണ് നമ്മെ ലോക മുസ്ലിംകൾക്ക് മാതൃകായോഗ്യമായ ആത്മീയ നവോത്ഥാനം ഇവിടെ സാധിച്ചത്. മഹാന്മാരായ ഉലമാക്കളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ഉംറ സമൂഹവും നിലകൊള്ളുകയും ഒട്ടേറെ ദീനീ സ്ഥാപനങ്ങൾ നമുക്കറിയാം, ദർസുകളും മദ്രസകളും ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രങ്ങളും അനാഥ അഗതി മന്ദിരങ്ങൾ, സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. SKSFൻ്റെ ഓരോ വിവിധ വിങ്ങുകൾ ഒക്കെ തന്നെ നമുക്കറിയാം സഹചാരി പാവപ്പെട്ട രോഗികൾക്ക് എല്ലാവിധത്തിലും ഒരു വലിയ അനുഗ്രഹമാണ്. അവർക്ക് മരുന്ന് നൽകിക്കൊണ്ടും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നൽകിക്കൊണ്ടും അതുപോലെ തന്നെ വിക്കായുടെ പ്രവർത്തകർ ആപൽഘട്ടങ്ങളിലും അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലുമൊക്കെ അകപ്പെട്ടവരെ സഹായിക്കുവാനും അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള സേവനങ്ങളിലും മുഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടി ഇബാദും നേതൃത്വത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ട്രെൻഡ്, അങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SKSF. അതുകൊണ്ട് തന്നെ വിജ്ഞാനം, വിനയം, സേവനമെന്ന മുദ്രാവാക്യങ്ങൾ കേവലം പ്രകടനത്തിലാക്കാതെ നമ്മുടെ ജീവിതത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ മുറുകെ പിടിക്കുമ്പോൾ മഹാനായ മൂസക്കുട്ടി ഉസ്താദ് നമ്മെ ഉത്ബോധനം ചെയ്യുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ, ആരാധന കർമ്മങ്ങൾ നിഷ്ഠ പുലർത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഇടപെടലുകളിലും എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും ആ ഇസ്ലാമികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കുവാൻ, നമ്മുടെ വിദ്യാർത്ഥി തലമുറയെ അതിൽ ഭാഗപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും SKSF എന്ന പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് മുൻകാലത്തിൽ നയിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഉലമാക്കൾ, ഉമറാക്കൾ, സദാത്തുക്കൾ, പ്രവർത്തകർ, ഉമറാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ദീനിന് വേണ്ടി അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയാദർശ പ്രചരണ മേഖലയിൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിൻ്റെ വചനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് ഇവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാहि वबरकातुहू। प्यारे साथियों, हमारे इस जलसा के मेहमान खुसूसी